ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി യൂട്യൂബിലെല്ലാം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വൈറൽ പൊറോട്ടയുടെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ചോറും മുട്ടയൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലിലേക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഞാനിടാം ഒരു കപ്പ് ചോറെടുത്തിന് അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാനൊരു മുട്ടയും കൂടി പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ പൊറോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ ഇത് അരിച്ചിട്ടെടുക്കണം. ഇനിയിപ്പോൾ നമുക്കിതൊരു ബോളിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് മൈദയാണ്. ഞാനിപ്പോൾ 2 കപ്പ് മൈദ എടുത്തിന്. ഇതിപ്പോൾ 1 കപ്പ് ചോറിന് 2 കപ്പ് മൈദ കണക്കാന്ന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിൽ ചോറും മൈദയെല്ലാം ഇതിൻ്റെ നേരെ ഇരട്ടിയെടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കുക. പിന്നെ ഇനി വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. പിന്നെ ഇത് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കുഴച്ച പാടിനെ അപ്പോൾ തന്നെ ഇത് ചുട്ടിട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് നല്ല സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് സെയിം 2 ബോൾസ് ആക്കിയിട്ട് ഞാനൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പൊടിയെല്ലാം ഇട്ടിട്ട് നന്നായി നൈസായിട്ട് തന്നെ അങ്ങ് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ ഇത് പരത്താൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ പൊടിയെല്ലാം ഇട്ടിട്ട് തന്നെ പരത്തിയിട്ടെടുക്കുക ഇത്. അപ്പോൾ ഞാൻ നല്ല നൈസായിട്ട് തന്നെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് മൊത്തത്തിൽ അങ്ങ് തേച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടി കൂടി ഞാനിങ്ങനെ നുള്ളിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കലാന്ന്. ഇനിയിപ്പോൾ ഇല്ലേ ഇതിൻ്റെ 2 സൈഡിലും അറ്റങ്ങ് നമുക്ക് മുറിച്ചിട്ട് മാറ്റാം. അപ്പോൾ മറ്റേത് പരത്തുമ്പോൾ അതിൻ്റെ കൂടെ എടുത്താൽ മതി അത്. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മറ്റേ ഉരുളി ഞാൻ ഇതുപോലെ പരത്തിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പണി തീരും. കാര്യം 2 ഉരുളിയല്ലേ പരത്താനുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി തീരും. എന്നിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കലാന്ന്. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പൊടിയിട്ടിട്ട് തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് അവിടെ ആക്കിയത് ചെറിയ ചെറിയ പൊറോട്ടയാന്ന്. അപ്പം നന്ന തടിയും ആക്കറ് നന്ന തിന്നും ആക്കറ് അതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കുക. അപ്പോൾ മൊത്തത്തിൽ പരത്തിയിട്ട് ചുടാൻ നിൽക്കാണ്ട് കുറച്ച് പരത്തിയിട്ട് അപ്പോൾ ചുട്ടെടുക്കലാണ് നല്ലത്. അപ്പോൾ ഞാൻ ചൂടായ ഓടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അതിനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ 4 പൊറോട്ടയുടെ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കൈ കൊണ്ട് ചൂടോടെ തന്നെ ഇങ്ങനെ അടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴാണ് എൻ്റെ ലെയേഴ്സ് എല്ലാം ഇങ്ങനെ മൊത്തത്തിലങ്ങ് ഇളകി വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പണി തീരും കേട്ടോ. രാവിലെ കുട്ടികൾക്ക് സ്കൂളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയായത്.
അപ്പോൾ ചോറുകൊണ്ട് ഉണ്ടാക്കിയോണ്ട് തന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സാധാരണ പൊറോട്ടൻ്റെ അത്ര വരില്ലെങ്കിലും ഏകദേശം അതുപോലെ തന്നെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.